ബസ് എന്ന് പറയുമ്പോൾ റോഡിൽ ഓടുന്ന ഒരു ബസ്സായിരിക്കും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ കുറേ കഥകളുണ്ട്. ഇത് കഷ്ടപ്പാടെന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് ഒരു ബസ്, അതിനകത്ത് ലൈറ്റ്, പാട്ട് എല്ലാം സെറ്റ്. പക്ഷേ ഇതിൻ്റെ കഷ്ടപ്പാടെന്ന് പറയുന്നത് അത് വേറൊന്നാണ് സംഭവം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ കിട്ടിയേക്കുന്നത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ശാസ്ത്രം മാത്രമാണ്. അപ്പൊ ഇതില് ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇന്ന് രാത്രിയോടുകൂടി നമ്മൾ ഓജസിലേക്കുള്ള പുറപ്പാടാണ്. ബോഡി പണിയാനായിട്ട്, ബോഡി വർക്കിന് ഓജസിന്റെ വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഓജസ് ചൂസ് ചെയ്തത്? ഓജസ് ചൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലേക്ക് നമ്പർ 1 ബോഡി ബിൽഡറാണ് ഓജസ്. കാരണം നമുക്ക് ഈ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ബോഡി ക്വാളിറ്റിയുള്ള ബോഡി ചെയ്യുന്നത് ഓജസാണ് നമ്മളെ കേരളത്തിലേക്ക്. ഞാൻ ഒരുപാട് കൊട്ടേഷൻ എടുത്തു. ഞാൻ സണ്ണിൻ്റെ എടുത്തു, തമിഴ്നാട്, പിന്നെ സിസിര എടുത്തു. പക്ഷേ ഞാൻ എല്ലാം ആലോചിച്ച് ചെയ്യാൻ നല്ല തീരുമാനത്തിൽ എടുത്തപ്പോഴത്തേക്കും എല്ലായിടത്തും ഞാൻ വണ്ടി ഫീൽഡിലുള്ള ഈ 34 നിൽക്കുന്നിടത്ത് എല്ലായിടത്തും അഭിപ്രായം ചോദിച്ചാൽ എല്ലാവരും മോശം അഭിപ്രായമൊന്നും പറഞ്ഞില്ല. വണ്ടി കൊള്ളാൻ, കുഴപ്പമില്ല, സൺ ബോഡി ചെയ്തവരുണ്ട്, അവർക്കും പ്രശ്നമൊന്നുമില്ല, ഇതുവരെ വേറെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഞാൻ വെളിയിൽ പൊതുവെ തിരക്കുമ്പോഴത്തേക്ക് എക്സ്പീരിയൻസ് ഉള്ളവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിസിര ബോഡിയും സൺ ബോഡിക്കും റീസെയിൽ വാല്യൂ കുറവാണ്. വണ്ടിക്ക് ബോഡി വെയിറ്റ് കുറവുണ്ട്, പിന്നെ റീസെയിൽ വാല്യൂ കുറവുണ്ട്. പിന്നെ പലർക്കും അങ്ങനെയൊന്നും ചിലർക്ക് എടുക്കാൻ ചെല്ലുന്നവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ചിലർക്ക് നല്ല പൈസ കിട്ടുന്നുണ്ട്, അതായത് വണ്ടി പണം ഇറക്കിയവർക്ക് അത് കിട്ടുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്നാലും നമുക്ക് അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. നമുക്കിപ്പം ചിലപ്പോൾ നമുക്ക് 2 കൊല്ലം കഴിയുമ്പോൾ നമ്മളിത് കൊടുക്കും. ട്രാവലർ കൊടുത്ത പോലെ നമുക്ക് വില കിട്ടും, നമ്മൾ ഇത് കൊടുക്കും. നമ്മൾ പാക്കേജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നല്ല വില കിട്ടി നമ്മൾ കൊടുക്കും. അതൊന്നും 49 സീറ്റ്, അത് അങ്ങനെയുള്ള അത് നമ്മളെ ലക്ഷ്യമാണ്.